ഗൈസ്, ഇന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തെ ഞാൻ എന്റെ +2 ഡയറി എടുത്ത് വായിച്ചു കേട്ടോ. അതേടോ, +2 എന്നൊക്കെ എനിക്ക് ഡയറി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നേ. എന്റെ അമ്മോ, ചിരിച്ചതിന് കണക്കില്ല. +2 എന്നാണ് ട്ടാ എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രേമ സിനിമയിലെ ഒരു പേപ്പർ കട്ടിങ് കൂടെ ആ അന്ധകാലത്ത് ഞാൻ വെട്ടി അതിന്റെ അടുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊരു വലിയ അർത്ഥം കൂടെ ഉണ്ട്. കാരണം ഈ +2 ഡയറിയിലെ മെയിൻ കണ്ടന്റ് വായ്നോട്ടം, മതിലുചാട്ടം, തേരാപാരള്ള നടത്തം, ഇതൊക്കെ തന്നെയായിരുന്നു. എന്റെ പൊന്നോ, ആൻസർ ഷീറ്റ് പോലും ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് എഴുതിയിട്ടുണ്ടാവില്ല. +2 എന്ന് മാത്രമല്ല, 8ാം ക്ലാസ് മുതൽ ഞാൻ ഡയറി എഴുതുമായിരുന്നു. പക്ഷെ അതെല്ലാം എന്റെ നഷ്ടപ്പെട്ടു. ഇപ്പൊ കയ്യിലുള്ളത് ഈ 2 ഡയറി മാത്രമാണ്. നോക്കി, ലവ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ആ ഡയറി എടുത്ത് വരച്ചു നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഒരു നെടുവീർപ്പോടെ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഇനിയും ഡയറി എഴുതണം. എപ്പോഴും ആ ശീലം അങ്ങ് സ്റ്റോപ്പ് ആയി പോയി. പണ്ടത്തെ പോലെ കുത്തിയിരുന്ന് ഒരു പേജ് മൊത്തം ഒന്നും എഴുതാൻ ഇപ്പൊ സമയമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജേർണൽ മേടിച്ചു. അതിന്റെ ആ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ട് അത് നിങ്ങൾക്ക് കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ചെറിയൊരു ലോക്ക് പോലെ വരുന്നുണ്ട്. അതങ്ങ് തുറന്നു കഴിഞ്ഞാൽ വിന്റേജ് ലുക്കുള്ള പേപ്പേഴ്സ് ആണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പണ്ട് എഴുതിയ പോലെ ഡെയിലി ഇരുന്ന് ഡയറി എഴുതാനൊന്നും എനിക്ക് ഒട്ടും സമയമില്ല. എന്നാലും നമ്മുടെ ലൈഫിൽ വരുന്ന ചെറിയ വലിയ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ കുത്തി കുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് മേടിച്ചത്. എഴുത്ത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇത് കാണുന്ന ആർക്കെങ്കിലും ഡയറി എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ക്ലാസ് ഏതായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ. ചുമ്മാ ഒന്ന് അറിയാനാടോ. അപ്പൊ ജേർണൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.